നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, ബിഗ് ബോസ് താരം ബ്ലെസ്ലി സൈബർ തട്ടിപ്പിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസമാണ് സംഭവമെല്ലാം നടക്കുന്നത്. എന്തായാലും കുറച്ച് പേരൊക്കെ അറിഞ്ഞു കാണും, കുറച്ച് പേർക്കൊക്കെ അറിയില്ലായിരിക്കും. എന്തായാലും ഡിജിറ്റൽ തട്ടിപ്പിൻ്റെ പേരിലാണ് കേട്ടോ ബ്ലെസ്ലിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സീസൺ 4ൻ്റെ, അതായത് ഏത് സീസണാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ മിക്കവരും പറയുന്ന ഒരു പേരാണ് സീസൺ 4 എന്ന്. റോബിൻ, ദിൽഷ, ബ്ലെസ്ലി എന്തായിരുന്നു ആ ഒരു കോംബോ, ലവ് ട്രയാങ്കിൾ ഒക്കെ വന്ന ഒരു സീസണാണ്. ബിഗ് ബോസിൻ്റെ പേരിൽ തന്നെയാണ് ബ്ലെസ്ലിനെ ഇപ്പോഴും അറിയപ്പെടുന്നത്. ബിഗ് ബോസ് താരം ബ്ലെസ്ലി ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോഴും അത്രയും തന്നെയാണ്. 10-15 പേരോളം അറസ്റ്റ് ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. 8 പേരോളം ഒളിവിലാണ്. ഈ 15 പേരിൽ ഒരാളായ ബ്ലെസ്ലിയെ അറസ്റ്റ് ചെയ്തു. ബ്ലെസ്ലിയെ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് കേട്ടോ ബിഗ് ബോസിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അത് നല്ല കാര്യത്തിനാണെങ്കിലും ചീത്ത കാര്യത്തിനാണെങ്കിലും പേരിങ്ങനെ എടുത്തെടുത്ത് കാണും. വിദേശത്ത് ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേരുടെ കയ്യിൽ പൈസ വാങ്ങിച്ച് അത് വിഡ്രോ ചെയ്ത് ക്രിപ്റ്റോ കറൻസി ആക്കി വിദേശത്തേക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബ്ലെസ്ലി തന്നെ 6 ലക്ഷത്തോളം അയച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 1 കോടിയുടെ മുകളിൽ ഇവരെല്ലാവരും കൂടി ചെയ്തിട്ടുണ്ട്. 10-15 പേരോളം ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പിൽ വന്നിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 8 പേരോളം വിദേശത്തേക്ക് പോയി. ബ്ലെസ്ലിയും കൂടി ചൈനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആള്. ഈ ബ്ലെസ്ലി ചൈനയിൽ പോയ വിവരം ഞാൻ അറിഞ്ഞത് നമ്മുടെ സീസൺ 1 ബഷീർ ബഷീല്ലേ, 2 കെട്ടിയ ബഷീർ ബഷീർ, ആ ബഷീർ ബഷീറുടെ വ്ളോഗിൽ ഞാൻ കണ്ടായിരുന്നു. പെട്ടെന്ന് ആക്സിഡൻ്റലി ബ്ലെസ്ലിയെ ചൈനയിൽ വെച്ച് കാണുന്നു. 20,000 രൂപക്കോ എന്തോ ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അനീതിക്ക് ഗോൾഡ് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ നല്ല ഇത് വിലക്കുറവിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗ് ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു. 10 ലക്ഷത്തിനെങ്കിലും മിനിമം കൊടുത്താലേ അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ 20,000 രൂപക്കാണോടാ നീ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്താ ബഷീറും നമ്മുടെ ബ്ലെസ്ലിയും കൂടിയുള്ള ഒരു ചെറിയൊരു വ്ളോഗ്. അങ്ങനെയാണ് ബ്ലെസ്ലി ആ ഒരു ചൈനയിൽ പോയ കാര്യമൊക്കെ അറിയണേ. എന്നാൽ ചൈനയിൽ നിന്ന് പുള്ളിക്കാരൻ നേരെ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങി. അവിടെ നിന്ന് പോലീസും അങ്ങോട്ട് പൊക്കി നേരെ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അവിടെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നിയിട്ടായിരിക്കാം ബ്ലെസ്ലി ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ച് വന്നത്. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ട് പൊക്കി റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ഇന്ന് കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ രംഗമൊക്കെ ഞാൻ സൈഡിൽ വെക്കാം കേട്ടോ. ആ പോകുന്ന പോക്ക് കണ്ടോ, നമ്മുടെ ബിഗ് ബോസിലെ ഫസ്റ്റ് റണ്ണറപ്പാണ്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് താരത്തെയൊക്കെ ആദ്യമായിട്ടല്ല അറസ്റ്റ് ചെയ്തത്. ഇതിനു മുമ്പും ബിഗ് ബോസ് താരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രസമാണ്. സീസൺ 6 കഴിഞ്ഞ സീസൺ 6 വിന്നറായ ജിൻഡോയെ, അത് പല പേരും പറയുന്നുണ്ട്, പെണ്ണേഴ്സ് പറയണ്ട, പല പേരും ജിൻഡോയുടെ പേരിൽ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ പുള്ളീനെ അറസ്റ്റ് ചെയ്തെന്ന് അങ്ങനെ കുറേ ചിത്തപ്പേരുകളൊക്കെ പുള്ളിക്കുണ്ട്. സീസൺ 4 ബ്ലെസ്ലിക്ക് വന്നിരിക്കുന്നത്. ഇവരൊക്കെ ഈ സീസൺ ബിഗ് ബോസ് ഇങ്ങനെയുള്ളവരൊക്കെ ഈ ഷോയിലേക്ക് എടുക്കുമ്പോൾ ഷോയുടെ ക്രെഡിബിലിറ്റിനെ തന്നെയല്ലേ ബാധിക്കുന്നത്. എനിക്കറിയില്ല ഇവർ എന്തൊക്കെ കണ്ടിട്ടാണ് ഇവരൊക്കെ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ബ്ലെസ്ലി സീസണിൽ വരാൻ സെലക്ട് ചെയ്യാനുള്ള റീസൺ ഇതേപോലെ തന്നെ ഒരു ക്യാമറ ബ്ലെസ്ലിയുടെ കയ്യിൽ നിന്ന് ആരോ മോഷ്ടിക്കുന്നു, ബ്ലെസ്ലി ഓടിച്ചെന്ന് പിടിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ ഓരോ ഇഷ്യൂ ഉണ്ടായിട്ടാണ് അത് ശ്രദ്ധയിൽപ്പെട്ടു, വൈറലായി, വീഡിയോ എടുത്ത് വൈറലായി. അങ്ങനെയാണ് ബ്ലെസ്ലിയെ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു ടോക്കായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനിപ്പോൾ മനഃപൂർവ്വം ഇതേപോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതാണോ എന്ന് ആർക്കറിയാം. കാരണം ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, ബുദ്ധിമാനായിട്ടാണ് നിന്നത്. അങ്ങനെ അതിബുദ്ധി കാണിച്ച് ബിഗ് ബോസ് വീട്ടിൽ മാത്രമല്ല സ്വന്തം ജീവിതത്തിലും ബുദ്ധി കാണിച്ച് ഇപ്പോൾ ആശാനിപ്പോൾ അകത്താണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉണ്ടല്ലോ. ഇവരൊക്കെ വീടിനകത്ത് 100 ദിവസം നിൽക്കുന്നത് അവരുടെ ഫേക്ക് പേഴ്സണാലിറ്റി നമ്മളെ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ മൊത്തത്തിലാണ് മണ്ടന്മാരാക്കാണ്. ഇവരെ ഇങ്ങനെ കളിക്കുള്ളൂ എന്നൊരു സ്ക്രിപ്റ്റ് ഇവർ തന്നെ തയ്യാറാക്കിയിട്ടാണ് ഇവർ വരുന്നത്. എന്നിട്ട് ഇവരത് കളിക്കുന്നു, നമ്മൾ പ്രേക്ഷകർ ഇവർക്ക് വോട്ട് കൊടുക്കുന്നു, നമ്മൾ മണ്ടന്മാരാവുന്നു. ഇവർ പുറത്തിറങ്ങിയിട്ട് ഇവരുടെ സ്വഭാവം ഇതൊക്കെയാണെന്ന് അറിയുമ്പോൾ അയ്യോ ബിഗ് ബോസ് താരം ഇവരെയാണോ നമ്മൾ വോട്ട് കൊടുത്തതെന്നൊന്ന് താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ സെലക്ട് ചെയ്ത് ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയോ? കുറച്ച് ആൾ കഴിയുമ്പോൾ ഷോയൊക്കെ ആരും കാണാണ്ടാവും, വോട്ടൊന്നും ആരും കൊടുക്കാണ്ടാവും. അണിയറ പ്രവർത്തകർ 400 പേരുണ്ടെന്ന് പറയുന്നു. ആ 400 പേരും ഇവരൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചൊക്കെ ഒന്ന് കണ്ടും കേട്ടും ഈ കണ്ടസ്റ്റൻസിനെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്തും പ്രേക്ഷകർക്ക് ഇവരിൽ നിന്നും ബിഗ് ബോസ് വീടിനകത്ത് മാത്രമല്ല പുറത്തിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള മെസ്സേജ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓക്കെ ഇവരെ പോലെ ആകാം എന്ന് വരും തലമുറകൾക്ക് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളവരെ
കണ്ടസ്റ്റൻസ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. ഓരോ സീസൺ കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സീസണിലുള്ളവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പൊങ്ങി വരുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ജിൻഡോ, അതിന് മുമ്പത്തെ ഉണ്ട്, എപ്പോൾ ഉണ്ടല്ലോ മാരാര് സീസൺ 5ന്റെ വിന്നർ ആളിപ്പോൾ വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ കിടന്നുണ്ട്, ആളുടെ കഥകളും നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഷെയിം തോന്നുകയാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവരൊക്കെയാണ് ഇവരൊക്കെ വോട്ട് കൊടുത്താൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവരൊക്കെയാണോ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതെന്ന്? സത്യത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ബ്ലെസ്ലിനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യമൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ കുറേ പേരുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരെ കുറച്ച് പേരെ കൂടി പിടിക്കാനുണ്ട്. ഇതെങ്ങനെയൊക്കെ പോകുന്നൊന്നും അറിയില്ല ഈ കേസും കാര്യങ്ങളൊക്കെ. എന്തായാലും ബിഗ് ബോസ് താരം അറസ്റ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വെണ്ടക്ക അക്ഷരത്തിലെ ന്യൂസും കാര്യങ്ങളും ബ്ലെസ്ലിയുടെ ഫോട്ടോയും പിക്ചറൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലെസ്ലി ഇങ്ങനെ മുഖം മറയ്ക്കാനൊന്നും പോയിട്ടില്ല. ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ കൂടെ തന്നെ അങ്ങോട്ട് മിണ്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പിടിച്ച് വെറുതെ അങ്ങനത്തെ രീതിയിലൊന്നും അല്ല കേട്ടോ ആൾ പോകുന്നത്. എന്തായാലും അങ്ങനെ പോയിട്ട് കാര്യമില്ല. ബ്ലെസ്ലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്നൊക്കെ അറിയാമായിരിക്കാം. എന്തായാലും എന്ത് മോശമല്ലേ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇങ്ങനെ. എനിക്ക് ബ്ലെസ്ലിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ബ്ലെസ്ലിയും നമ്മുടെ എന്താണ് റിയ സലീമും തമ്മിലുള്ള ഒരു കോൺവെർസേഷനൊക്കെ ഉണ്ടായിരുന്നില്ല. വളരെ കോമഡി ആയിട്ടൊക്കെ നമ്മളെ കാണിച്ചത്. ലാലേട്ടൻ വന്നപ്പോഴും പിന്നീട് റീക്യാപ്പ് ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. അതൊക്കെ എന്ത് ആപ്പിൾ കടിച്ചുകൊണ്ട് വന്നതും ഭയങ്കര ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ചെയ്യുന്ന ആളൊക്കെയാണ്. ബുദ്ധിപൂർവ്വം കളിച്ചുണ്ട്. ആ ഒരു ബുദ്ധിനേക്കാളും കൊനഷ്ട ബുദ്ധിയായിരുന്നു. ആ കൊനഷ്ട ബുദ്ധി കൊണ്ട് തന്നെയാണ് വീടിനകത്തേക്ക് കയറിയതും വീടിനകത്തും അതേപോലെ തന്നെയുള്ള ബുദ്ധി കുറെ കാണിച്ചു. അത് കഴിഞ്ഞതാ പുറത്തും കാണിച്ചു. ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. എന്തായാലും അടുത്ത സീസണിലുള്ളവരെങ്കിലും അല്ലെങ്കിൽ അടുത്ത സീസൺ ഇനിയിപ്പോൾ വരുമ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ സെലക്ട് ചെയ്യാണ്ട് കുറച്ചും കൂടി നമ്മൾ ഈ ഒരു അന്തവും കുന്തവും ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് വീടിനകത്തേക്ക് കയറ്റിയതാ പ്രശ്നം. നമ്മൾ കുറച്ചും കൂടി അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, അതായത് ബിഗ് ബോസിൻ്റെ ഓഡീഷന് പോയിട്ട് അവർ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. നമ്മൾ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുക അവർ പല രീതിയിലും. അവർ ചക്കാന്ന് പറയുമ്പോൾ നമ്മൾ മാങ്ങാന്ന് പറഞ്ഞാലൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ഇവർ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ അവർ പറയണതൊക്കെ വ്യക്തമായും നല്ല രീതിയിൽ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ റിജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 പിടിച്ചിടും. അവർ അവിടെ കിടന്ന് സഹിക്കട്ടെ. ആദ്യത്തെ 2 ആഴ്ചയൊക്കെ അവർക്ക് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് ആരെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ ബാക്കിയുള്ള സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നതും അങ്ങനെയുള്ളവരൊക്കെ അവർ സെലക്ട് ചെയ്തിടും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാതെ കുറച്ചും കൂടി നല്ല നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഇനിയെങ്കിലും അണിയറ പ്രവർത്തകർക്ക് കഴിയട്ടെ. സീസൺ 1 നമ്മുടെ സാബു ചേട്ടനല്ലേ, സാബു ചേട്ടൻ ദിൽഷയ്ക്ക് കപ്പ് കൊടുത്തപ്പോൾ സാബു ചേട്ടൻ അത് സഹിച്ചില്ല. സാബു ചേട്ടൻ ലൈവിൽ വന്നിട്ട് ആ കപ്പ് ഇത് ബ്ലെസ്ലിക്കുള്ളതാണെന്നുണ്ട് സാബു ചേട്ടന് കിട്ടിയ സീസൺ 1ന്റെ കപ്പ് എടുത്ത് കൊണ്ടുപോയിട്ട് ബ്ലെസ്ലിക്ക് കൊടുക്കുന്നു. അങ്ങനെ ബ്ലെസ്ലിയുടെ വീട്ടിൽ വെക്കുന്നു. അനീത്തിയെടുത്ത് പറഞ്ഞ വാക്കാണെന്ന് ലൈവിൽ പറയുന്നു. എന്നിട്ട് തിരിച്ചു കൊണ്ടേ കൊടുന്നൊക്കെ തോന്നുന്നു. അതെന്തായിക്കോട്ടെ വാട്ടവർ. ശരിക്കും പറഞ്ഞാലേ കപ്പ് ഇപ്പോഴാണ് കൊടുക്കണ്ടേ, കപ്പ് കൊടുക്കേണ്ട സമയമാണ്. എന്തായാലും പൊക്കി പിടിച്ചവർക്കൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് നല്ല. അപ്പോൾ ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർ സെലക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ സൂപ്പറാണ്. എന്തായാലും ഇനിയിപ്പോൾ ബ്ലെസ്ലിയുടെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നമുക്ക് നോക്കാം. എല്ലാം കാത്തിരുന്ന് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാത്തവരെയൊക്കെ എല്ലാവർക്കും